സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അത്ര നല്ല ഒരു അവസ്ഥയിലല്ല. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഒഡീഷയ്ക്കെതിരെയും പഞ്ചാബിനെതിരെയും തോൽവി ഏറ്റുവാങ്ങി. അതും ഒരു ഗോളിന് മുന്നിൽ നിന്ന ശേഷം ഗോളുകൾ തിരിച്ചു വാങ്ങി തോൽവി ഏറ്റുവാങ്ങി പോയിന്റ് ടേബിളിൽ പതിയെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് കുറ്റങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ISL സെക്കൻഡ് ഫേസിൽ വരുമ്പോൾ നമ്മുടെ ഇവാൻ വുക്കമാനോവിച്ചിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ബ്ലാസ്റ്റേഴ്സിൽ അതിന്റെ ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് സീസണിൽ ഏതാണ്ട് സീസൺ അവസാനിക്കുന്ന സമയത്ത് സീസണിന്റെ ഒരു മധ്യഭാഗം എത്തുമ്പോഴേക്കും പകുതി മാച്ചുകൾ കഴിയുമ്പോൾ ടോപ്പ് ഓഫ് ദ ടേബിൾ ആ ഒരു 1ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ലീഗ് അവസാനിക്കുമ്പോൾ 4ാം സ്ഥാനക്കാരായിട്ടാണ് ആ ഒരു സീസണിലെ ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിക്കുന്നത്. രണ്ടാമത്തെ സീസണിലേക്ക് വരുമ്പോഴും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ്. ഒരു മധ്യഭാഗത്തേക്കൊക്കെ വരുമ്പോൾ സീസണിന്റെ ഒരു മധ്യഭാഗത്തേക്കൊക്കെ വരുമ്പോൾ തുടർച്ചയായുള്ള വിജയങ്ങൾ കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്താനും അല്ലെങ്കിൽ ആ ഒരു ടേബിളിന്റെ ടോപ്പിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. പക്ഷേ ലീഗ് അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും അത് 6ാം സ്ഥാനത്ത് ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന രീതിയിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് മാറുന്നുണ്ട്. ഇവിടേക്ക് നോക്കുകയാണെങ്കിലും ഏതാണ്ട് സെയിം കഥയാണ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഫസ്റ്റ് ഫേസ് അവസാനിക്കുമ്പോൾ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പതിയെ ഇറങ്ങി 3ാം സ്ഥാനത്തേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഇനി വരുന്ന മാച്ചുകളിൽ മറ്റ് ടീമുകളുടെ റിസൾട്ട് വരുമ്പോൾ അതിനിയും 4ഉം 5ഉം സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യം, ശരിക്കും എന്താണ് ഇവാന് സംഭവിക്കുന്നത് സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ? അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതും അത് പരിഹരിക്കേണ്ടതും കേരള ബ്ലാസ്റ്റേഴ്സും ഇവാൻ വുക്കമാനോവിച്ചുമാണ്. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഈ 3 സീസണും നിരീക്ഷിക്കുമ്പോൾ എനിക്ക് കണ്ടെത്താൻ പറ്റിയ കുറച്ച് ഫൈൻഡിങ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഞ്ചുറീസ് ആണ്. ഇഞ്ചുറീസ് തീർച്ചയായിട്ടും നമ്മുടെ ടീമിനെ ഈ 3 സീസണിലും ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫസ്റ്റ് സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ മെയിൻ പ്ലേയേഴ്സിന്, നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സിന് ഇഞ്ചുറി പറ്റാത്തത് ഒരു വലിയ രീതിയിൽ അഡ്വാൻറ്റേജ് ആ സീസണിൽ കിട്ടിയിട്ടുണ്ട്. ആ സീസണിൽ പക്ഷേ വില്ലനായത് കോവിഡും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ കുറച്ച് പ്രശ്നങ്ങളെ തുടർന്നാണ് ആ ഒരു റീസ്റ്റാർട്ടിലെ സമയത്ത് കുറച്ച് മാച്ചുകളിൽ ബ്ലാസ്റ്റേഴ്സ് തോൽവി ഏറ്റുവാങ്ങിയത്. പക്ഷെ അതിനുശേഷം നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വന്നു. പക്ഷെ ആ സീസണിലും ഒരുപാട് പ്ലേയേഴ്സ്, ഇപ്പോൾ നിഷു കുമാർ ആണെങ്കിലും തുടക്കം ആൽബിനോ ഗോമസ് തുടങ്ങി ജീക്സൺ പകരം വന്ന ഒരുപാട് പ്ലേയേഴ്സിന് ഇഞ്ചുറീസ് പറ്റി. പക്ഷേ നമ്മുടെ മെയിൻ പ്ലേയേഴ്സ് ഡയസ്, വാസ്കസ്, ലൂണ, ലെസ്കോവിച്ച് അവർക്കൊന്നും അധികം കാര്യമായിട്ട് പ്രശ്നം പറ്റാതിരുന്നത് ആ സീസണിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സീസണിലേക്ക് വരുമ്പോൾ തുടക്കം ഒന്ന് പാളിയെങ്കിലും പിന്നീട് ശക്തമായി തന്നെ ടീം തിരിച്ചു വന്നു. ഒരു നല്ല ലൈനപ്പ് നമുക്ക് കിട്ടി. റൈറ്റിൽ സന്ദീപ്, ലെഫ്റ്റിൽ നിഷു കുമാർ, അങ്ങനെ ഫുൾ ബാക്കിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയും ഇഞ്ചുറി വരുന്നത്. സന്ദീപ് സിംഗിന് ഒരു ഇഞ്ചുറി വന്നു, ലെസ്കോവിച്ചിന് വന്നു, നിഷു കുമാറിന് വന്നു. അതിനുശേഷം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തുടർ തോൽവികളും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അവസാനമായപ്പോഴാണ് ഒരു 6ാം സ്ഥാനത്തെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ഫിനിഷ് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ആ ഒരു നോക്കൌട്ട് സ്റ്റേജിൽ ബ്ലാസ്റ്റേഴ്സ് പുറത്താവുകയും ചെയ്തു. ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ തുടക്കം തൊട്ടേ ഇഞ്ചുറീസിന്റെ ഒരു പെരുമഴയാണ്. ജോഷോ സെറ്റീരിയെ തുടങ്ങിയിട്ട് പിന്നെ ഐവാൻ ദോഹലിംഗ്, ലൂണ, പെപ്പർ, അങ്ങനെ സീസൺ മൊത്തം നഷ്ടപ്പെട്ട താരങ്ങളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. ഈ സീസണിൽ നമ്മൾ ഏറ്റവും അധികം പ്രശ്നമാവുമെന്ന് കരുതിയ ലൂണയുടെ എക്സിറ്റ് നമ്മൾ അധികം റിസൾട്ട് വൈസ് ബാധിച്ചില്ല എന്ന് പറയാം. പക്ഷെ അതിനുശേഷം ഇടയ്ക്കൊന്ന് സൂപ്പർ കപ്പ് കളിക്കാൻ പോയതാണ്, പെപ്പറെ നമുക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷമുള്ള 2 മാച്ചിലും തോൽവികളാണ്. ആൻഡ് ടോട്ടലി ടീമിന്റെ പെർഫോമൻസ് വൈസ് വളരെയധികം ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ ഇഞ്ചുറീസിനെ, ഒരു വലിയ ശതമാനം ഇഞ്ചുറീസിനെ നല്ല രീതിയിൽ മറികടന്നിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് ഇവാൻ വുക്കമാനോവിച്ച്. ഫസ്റ്റ് സീസണിൽ ഈ പറഞ്ഞ പോലെ ആൽബിനോ ഗോമസിന് പകരം പ്രക്ഷുവൻ സിംഗിൽ വരുമ്പോഴും ഫുൾ ബാക്കിൽ ജസ്സലിന് പകരം സഞ്ജീവ് സ്റ്റാലിൻ വരുന്നു. അങ്ങനെ ചേഞ്ചസ് കൊണ്ടുവന്ന് വരുന്ന പ്ലേയേഴ്സിനെ കൃത്യമായിട്ട് അവിടെ ആ ഒരു പോസ്റ്റിൽ ഫിറ്റ് ചെയ്യിക്കാൻ ഇവാൻ വുക്കമാനോവിച്ചിന് സാധിച്ചിട്ടുണ്ട്. ഈ സീസണിലാണെങ്കിലും ജീക്സിന് പകരം വിപിന് പകരം അസർ വന്നപ്പോഴും അതുപോലെ തന്നെ ലെസ്കോച്ചിന് പകരം മിലോസ്, ഫുൾ ബാക്കിൽ ഐവാന് പകരം നവോസ് വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴും ആ ഒരു മിസ്സിംഗ് നികത്താൻ പകരം വരുന്ന പ്ലേയേഴ്സിനെ കൊണ്ട് ഇവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ ഫീൽ ചെയ്തൊരു കാര്യം, ഒരു സ്ട്രോങ് 11 കിട്ടിക്കഴിഞ്ഞാൽ ഇവന്റെ എല്ലാ സീസണിലും ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ ഒരു സ്ട്രോങ് 11 ഇനി ഇത് മതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എത്താറുണ്ട്. ഫസ്റ്റ് സീസണിൽ അത് ലെസ്കോവിസും ഫോർമിപ്പാമും സെന്റർ ബാക്ക് ആയിട്ടും അതുപോലെ തന്നെ ലൂണയും ഡയസും വാസ്കസും സഹലും ഫ്രണ്ടിൽ വരുന്ന രീതിയിലായിരുന്നെങ്കിൽ രണ്ടാമത്തെ സീസണിലേക്ക് വരുമ്പോൾ സന്ദീപ് സിംഗും നിഷു കുമാറും വന്നിട്ടുള്ള ഫുൾ ബാക്കിലേക്ക് വന്നതിന് ശേഷമാണ് ഒരു സ്റ്റെബിലിറ്റി കിട്ടിയത്. 3ാമത്തെ സീസണിലേക്ക് വരുമ്പോൾ അത് കുറഞ്ഞും കൂടിയൊക്കെ വരുന്നുണ്ട്, ലൂണ ഉള്ളപ്പോഴും ലൂണ ഇല്ലാത്തപ്പോഴൊക്കെ. പക്ഷെ ഒരു സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ ഇത് മതി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു 11 കിട്ടുന്നത് ലൂണയ്ക്ക് ശേഷമാണ്. പെപ്രയും ദിമിത്രോസും ഫ്രണ്ടിലും ലെസ്കോസും മിലോസും. ആ സമയത്തെ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു പീക്ക് പെർഫോമൻസ്, ഈ സീസണിൽ തന്നെ ഒരു പീക്ക് പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടുള്ള ഒരു ബ്ലാസ്റ്റേഴ്സ് ആണ്. മുംബൈക്കെതിരെയും മോഹൻ ബഗാനെതിരെയും നല്ല 2 വിജയങ്ങൾ നേടാൻ സാധിച്ചു. അങ്ങനെ ഒരു കട്ട ഫോമിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇത്തരത്തിലൊരു സ്ട്രോങ് 11 കിട്ടിക്കഴിഞ്ഞാൽ ആ 11ൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരല് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവാൻ വുക്കമാനോവിച്ചിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമായിട്ട് മാറാറുണ്ട്. ഫസ്റ്റ് സീസണിൽ ഈ പറഞ്ഞ പോലെ സഹല്, വാസ്കസ്, ഡയസ്, ലെസ്കോവിച്ച്, ഹോർമി അവർക്ക് ഇഞ്ചുറി പറ്റാത്തത് കൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ നമ്മൾ ഫൈനൽ വരെ എത്തി. രണ്ടാമത്തെ സീസണിലേക്ക് വരുമ്പോൾ നമുക്ക് ദിമിത്രോസ് നല്ലൊരു പാർട്ണറിനെ കിട്ടിയില്ല, ലൂണയുടെ പൊസിഷൻ ചേഞ്ചസ് വന്നു. അതുപോലെ തന്നെ സന്ദീപ് സിംഗും നിഷു കുമാറിനും ഇഞ്ചുറീസ് വന്നപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ വന്നു, ഫുൾ ബാക്കിന്റെ പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ആ സ്ട്രോങ് 11 നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു. ഈ സീസണിലേക്ക് വരുമ്പോഴും പെപ്രയുടെ അഭാവം, ലൈനപ്പിൽ ചേഞ്ചസ് വരുത്തുന്നു. സോ ഇഞ്ചുറീസ് എന്ന് പറയുന്നത്, അതും മെയിൻ പ്ലേയേഴ്സ്, നമ്മുടെ കീ പ്ലേയേഴ്സിന് വരുന്ന ഇഞ്ചുറീസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇവാനെ ബാധിക്കുന്ന, അതും സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോഴൊക്കെയാണ് പല പ്ലേയേഴ്സിനെ നമുക്ക് നഷ്ടപ്പെടുന്നത്.
അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ടീമിനെ ഒന്ന് ഡൗൺ ചെയ്യുന്നതിൽ ഈ ഇഞ്ചുറീസ് വലിയ രീതിയിൽ ടീമിനെ ബാധിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ടാക്ടിക്കലി ഉള്ള കാര്യങ്ങളാണ്. ഇവാൻ്റെ ഒരു പതിവ് രീതിയാണ്. ഒരു തുടക്കത്തിൽ അദ്ദേഹം കണ്ടുപിടിക്കുന്ന ടാക്ടിക്സ്, ടീമുകൾക്കെതിരെ ഉണ്ടാക്കുന്ന കൗണ്ടർ ടാക്ടിക്സ്, അതൊക്കെ വളരെ നീറ്റായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പ്ലേയേഴ്സൊക്കെ 90 മിനിറ്റും ആ ഒരു ടാക്ടിക്സ് സ്റ്റിക്ക് ഓൺ ചെയ്ത് കളിക്കുമ്പോൾ അവിടെ ഓപ്പണൻസിനൊരു അവസരമില്ലാതെ പല വിജയങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ ഈ ടാക്ടിക്സിൽ വരുന്ന പിഴവുകൾ അല്ലെങ്കിൽ വീക്ക്നെസ്സുകൾ കാണാൻ സാധിക്കുന്നത്. സാധാരണ ആ ഒരു ടാക്ടിക്സിൽ നമ്മൾ ജെല്ലായി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രെങ്ത് ആണ് കാണിക്കേണ്ടത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് പതിയെ അതിൻ്റെ ഒരു ബലം കുറഞ്ഞു വരുന്ന രീതിയിലാണ് കാണുന്നത്. ആരെങ്കിലും ഇതിനൊരു കൗണ്ടർ ടാക്ടിക്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സിന് പലപ്പോഴും സാധ്യമാവാറില്ല. ഇത് ബ്ലാസ്റ്റേഴ്സ് പല ടീമുകൾക്കും അങ്ങോട്ട് കൊടുത്തുള്ള ഒരു പണിയാണ്. ഫസ്റ്റ് സീസണിൽ മുംബൈ സിറ്റി FC ടാക്ടിക്സ് പൊളിച്ചത് ബ്ലാസ്റ്റേഴ്സ് ആണ്. അതിനുശേഷം ഒരുപാട് മാച്ചുകൾക്ക് ശേഷമാണ് അവർ തിരിച്ചു വരുന്നത്. അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലാനിൽ ഒരു ലൂപ്പ് ഹോൾ ഏതെങ്കിലും ടീം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പല ടീമുകളും അത് വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അത്തരത്തിൽ അവർ ശ്രമിക്കുമ്പോൾ പിന്നീട് അതെല്ലാം ഒരു ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ 1 by 1 ആയിട്ട് ഓരോന്ന് ഇങ്ങനെ തകർന്ന് വീഴുന്നത് പോലെയാണ് ബ്ലാസ്റ്റേഴ്സ് ഫീൽ ചെയ്യാറുള്ളത്. ഇവിടേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ സൂപ്പർ കപ്പിലാണ് ആ ഒരു അടി ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. ജംഷഡ്പൂർ FCക്കെതിരെ ഖാലിദ് ജമീൽ നടത്തിയുള്ള മുന്നേറ്റങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡപ്പിലുള്ള അതിൻ്റെ ഒരു ടാക്ടിക്സ്, അവിടെ നിന്ന് മുന്നോട്ട് വന്ന് ഈ വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങൾ, അതെല്ലാം ലൊബേറയും അതിനുശേഷം ഈ പഞ്ചാബ് FCക്കെതിരെയും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതെല്ലാം ആ കൗണ്ടർ ടാക്ടിക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ തിരിച്ചു വരാമെന്ന് പറയുന്നത് ഏതൊരു ടീമിനും പ്രയാസമാണ്. ബ്ലാസ്റ്റേഴ്സിന് അത് കുറച്ചുകൂടി മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്. സോ ടാക്ടിക്സ് വൈസ് ഒന്ന് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലാൻ ബിയിലേക്കുള്ള മാറ്റം അല്ലെങ്കിൽ മറ്റൊരു ചേഞ്ച് കൊണ്ടുവരിക, ആ ചേഞ്ചസിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കഴിയാതെ പോകുന്നൊരു കാര്യമാണ്. അതും ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ ടീമിന്റെ പെർഫോമൻസ് ഡള്ളാവുന്നതിൽ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് ആയിട്ടാണ് തോന്നിയത്. ആൻഡ് അവസാനത്തേതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയൊരു കാര്യം ടീമിന്റെ മെന്റാലിറ്റി. ഇവാൻ വുക്കാമനോസിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയാണ്. അതുണ്ടെങ്കിൽ ഏത് ടീമിനെ നമുക്ക് തോൽപ്പിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും. അതില്ലെങ്കിൽ ഏത് ചെറിയ ടീമിനോട് നമ്മൾ തോക്കും. അതാണ് അവസ്ഥ. ആ ഒരു മെന്റാലിറ്റി ബേസുള്ള കാര്യം ആ ഒരു സീസൺ അവസാനിക്കും വരെ പിടിച്ചു നിർത്താൻ ഇവാന് കഴിഞ്ഞ 2 സീസണിലും സാധിച്ചിട്ടില്ല. ഫസ്റ്റ് സീസണിൽ അത് പിന്നെയും ആ ഫൈനൽ വരെയും ടീമിന് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 സീസണിലും അവസാനത്തേക്ക് എത്തുമ്പോൾ, സീസണിന്റെ ഒരു സെക്കൻഡ് ഫേസിലേക്ക് എത്തുമ്പോൾ പല പ്ലേയേഴ്സും ഡൗൺ ആയി പോകുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷൻ ഒന്ന് ഹൈ ലെവലിൽ കീപ്പ് ചെയ്യാൻ ഇവാൻ എന്ന പരിശീലകൻ പരാജയപ്പെടുന്നുണ്ട്. സെക്കൻഡ് സീസണിലേക്ക് നോക്കുകയാണെങ്കിലും അവസാന നിമിഷമൊക്കെ ഒരു മാച്ച് ബാക്കി ഉണ്ടായിട്ട് പോലും ഫ്ലൈറ്റ് കയറി വീട്ടിൽ പോയിട്ടുള്ള ഇവാൻ കലൂഷിനെ നമുക്കറിയാം. പല പ്ലേയേഴ്സും അവസാനത്തേക്ക് എത്തുമ്പോൾ കളി കൈവിട്ട് പോയി എന്ന സിറ്റുവേഷൻ കളിക്കുന്ന രീതിയിൽ മെന്റാലിറ്റി ഡൗൺ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഈ സീസണിലേക്ക് വരുമ്പോഴും കഴിഞ്ഞ മാച്ചിൽ പഞ്ചാബിനെതിരെ പല പ്ലേയേഴ്സിൽ നിന്നുള്ള കാഷ്വൽ അപ്രോച്ച് കണ്ടു. സോ മെന്റാലിറ്റിയാണ് ഇവാന്റെ ഏറ്റവും വലിയ കീ. അതില്ലെങ്കിൽ എത്ര മോശം ടീമാണെന്ന് പറഞ്ഞാലും ബ്ലാസ്റ്റേഴ്സിന് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഈ സീസണിലേക്ക് വരുമ്പോഴും ആ മെന്റാലിറ്റി ഡൗൺ ആയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണാൻ സാധിക്കുന്നത്. സോ ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ, പ്ലേയേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ ഇവാന് സാധിക്കുമോ എന്നുള്ളതാണ്. ആൻഡ് ഈ സീസണിൽ ഇഞ്ചുറീസ് കുറച്ചധികം കടന്ന് ബ്ലാസ്റ്റേഴ്സിനെ ആക്രമിച്ചിട്ടുണ്ട്. ലൂണയുടെ കാര്യത്തിലാണെങ്കിലും പെപ്പറുടെ കാര്യത്തിലാണെങ്കിലൊക്കെ. ആൻഡ് പകരം വന്ന പ്ലേയേഴ്സിന് സെറ്റ് ആവാൻ എടുക്കുന്ന ടൈമും നമ്മളിവിടെ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ടോട്ടലി തോന്നിയൊരു കാര്യം ഇവാന്റെ ടാക്ടിക്സ്, അല്ലെങ്കിൽ ഇവാൻ എന്ന് പറയുന്ന കോച്ചിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ പീക്ക് എന്ന് പറയുന്നത് ISLന്റെ ഫസ്റ്റ് ഫേസിലാണ്. അത് കഴിഞ്ഞ് പിന്നെ തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അത്ഭുതങ്ങളും മറ്റ് പ്ലേയേഴ്സിന് ഇൻവോൾവ്മെന്റും കൂടുതൽ ഇൻപുട്ടും ഉണ്ടായാൽ മാത്രമാണ്. സോ ഇവിടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.